ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞാൻ തിരിച്ചു പോവുകയാണ്. നമുക്ക് അധിക ദിവസം നിൽക്കണമെന്നില്ലല്ലോ. അപ്പം എന്നെ കൊണ്ടാക്കാൻ ആരൊക്കെയാണ് വരുന്നതെന്നൊക്കെ. അമ്മ ഉണ്ട്. അയ്യോ അമ്മ, ഞാൻ മുമ്പിലിട്ട് വരട്ടെ. അമ്മ ചോദ്യങ്ങൾ വന്നതാണ്. കണ്ടോ, സുന്ദരിമണികളായിട്ട് എന്നെ കൊണ്ടാക്കാൻ വേണ്ടി വരികയാണ്. അച്ഛൻ അവിടെ ഉണ്ട്. അപ്പം നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് ചായ കുടിക്കണ്ട അമ്മേ? സമയം ഉണ്ടാവുമോ? അപ്പം നമുക്ക് ചായ എല്ലാം കുടിച്ച് എന്നെ ട്രെയിൻ വരെ കയറ്റി തരും. പിന്നെ ഞാൻ അവിടെ പോയി ഇറക്കും. അപ്പം നമ്മളെന്നാ കാണുക? അമ്മമ്മേ, നമ്മളെന്താ ഇനി കാണുക? ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോൾ വിളിക്കും. അതെ, ഇത് ഒറ്റയ്ക്ക് പിടിക്കാനുള്ളൂ. പിന്നെ ഞാൻ എന്തിനാ ജിമ്മിൽ പോകുന്ന കഷ്ടപ്പെട്ടിട്ട്? അതെ, ഇത് പിടിക്കാനുള്ള ആരോഗ്യം കൂടെ വേണ്ടേ? അതെ അതെ, ഇത് കണ്ടോ, ഇത് ഞാൻ വെറുതെ രണ്ട് ബൈസെപ്പുകളിൽ പോലും തികയില്ല. അതെ, ഒരു ബാഗ് അമ്മമ്മേനെ കൊണ്ട് പിടിപ്പിക്കുന്നത് എനിക്ക് വളരെ നാണക്കേടായി പോയത്. കുറച്ചേ നടക്കാനുള്ളൂ നമുക്ക് വീട്ടിൽ നിന്ന്. പിന്നെ ഇനിയിപ്പോൾ ഓട്ടോനെ പോകണം. അച്ഛനെ അവിടെ നിന്ന് ഞങ്ങൾ മീറ്റ് ചെയ്യും. അച്ഛൻ എവിടെയുള്ള എന്താ ഇതിൻ്റെ പേര് അമ്മ? അല്ല, ഹോട്ടല് പഞ്ചരത്ന. അപ്പം നമുക്ക് കഞ്ഞങ്ങാട് പഞ്ചരത്നെ അവിടെ നിന്ന് അച്ഛനെ മിക്സ് ചെയ്യാം. അച്ഛനെ മീറ്റ് ചെയ്യാം. ഊട്ട കിട്ടി. ഹലോ മമ്മി. മമ്മി, സുന്ദരിക്കുന്നത് പണ്ടത്തെ നടീന മാതിരിയോ? എന്താ ലുക്ക്! ഇങ്ങനെയൊക്കെ നോക്കുന്നേ, ഷാരനൊക്കെ നോക്കുന്നത്. ഇതാണ് നമ്മളുടെ പഞ്ചരത്ന. അവിടെ പഞ്ചരത്ന ഹോട്ടൽ. ഇതാണ് പഞ്ചരത്ന. നമ്മളെപ്പോഴും പോകുന്ന വെജിറ്റേറിയൻ ഹോട്ടൽ. എൻ്റെ മമ്മൂട്ടി ഡാഡി ഈസ് കമ്മിങ്. ഓ മമ്മൂട്ടി, ഓക്കെ. ഞാൻ പോകുന്നതില് വിഷമമൊന്നുമില്ലല്ലോ? രണ്ടാൾക്കാർ ഓൾറെഡി കയറി സ്ഥലം പിടിച്ചിട്ടുണ്ട്. നമ്മളിനി നേരെ അങ്ങോട്ടേക്കല്ലേ? ചായ ഏറ്റവും കുടിക്കാം. സാധാരണ നല്ല കേക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, മറ്റേ ബേക്കറി. അത് മതി. നമ്മള് ഇപ്പൊ ഡയറ്റ് അല്ലല്ലോ, അതുകൊണ്ടാണ് ബേക്കറി ഐറ്റംസ്, സ്നാക്സ്. അതെ, അത് മതി. വലിയ വലിയ സാധനമൊന്നും വേണ്ട. ഇത് നമ്മുടെ സ്വന്തം ഓട്ടോ. നേരത്തെ കയറിയത് പെയ്ഡ് ഓട്ടോ. ഇത് ഞങ്ങളെ സ്വന്തം ഓട്ടോ. നമുക്ക് സ്വന്തമായി 2 ഓട്ടോ ഉണ്ട്. ഒന്ന് മാത്രം പണിയെടുക്കുന്നില്ല, ഇത് പണിയെടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ഞങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടാ അല്ലേ മിസ്റ്റർ സാപ്പു? അതെ, വേണ്ട വെച്ചിട്ടാണ്. പിന്നെ ചന്ദ്രമതി ഇപ്പൊ വിചാരിച്ചാൽ നടക്കൂ എന്നല്ല. ഇങ്ങനെ ഇരിക്കുന്നൊന്നും നോക്കണ്ട. ആള് ജഗജാല ജില്ലടിയാണ്. സ്വന്തമായിട്ട് സ്ഥലമൊക്കെ ഉള്ള ടീമാണ്. സ്വന്തമായിട്ട് വീടും സ്ഥലമൊക്കെ ഉള്ള. അതെ, 3 എണ്ണം. അതെ, നെടുമങ്ങാടൊന്ന്. അത് ഇന്നലെ തുടങ്ങിയുള്ളൂ. അപ്പൊ ചായ പിടിയ പോവാം. അല്ല, അമ്മ പറ. എന്താ പറഞ്ഞാല്? ഞാൻ കമ്മ്യൂണിസ്റ്റാ. ഞാൻ കമ്മ്യൂണിസ്റ്റാ പറയാൻ എനിക്ക് ഒരു അപമാനവും ഇല്ല. ആണ്, അത് കുറവുള്ളൂ. തോറ്റാലും ജയിച്ചാൽ അത് വിട്ട് പരിപാടിയില്ല. അമ്മ ഏതാ? അവര് പറയുന്നത് ഞാൻ ആളെ നോക്കിയേ കുത്താറുള്ളൂ, പാർട്ടി നോക്കി കുത്താറില്ല. പക്ഷെ എനിക്ക് പാർട്ടി മാറി കുത്തിയാലേ ശരിയാവില്ല. അത്രേ ഉള്ളൂ. അതൊക്കെ കിട്ടണമെങ്കിൽ ആൾക്കാരെ വേണം. എനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടെല്ലാം വരുന്ന അവരോട് പറയുമ്പോ എന്തെങ്കിലും ഒരു കാര്യം അവർ തരും. പിന്നെ BJPന്റെ കാര്യം പിന്നെ ഞാൻ പറയുന്നില്ല, നല്ല അവര് നല്ല തന്നെ. അതെ, അച്ഛൻ BJP. അയ്യോ, അച്ഛൻ BJP.
എടുക്കൂ, സമൂസ എടുക്കൂ. എടുത്തോ. എൻ്റെ സമൂസ നിൽത്തരുത്. എന്നെ പോലെ ചായ ഊതി ഊതി കുടിക്കുന്ന ചന്ദ്രമതി. സോറി, ചായ അല്ലേ, കാപ്പിയിലെ. കാപ്പിക്ക് എങ്ങനെയുണ്ട്? സൂപ്പർ കാപ്പിയല്ലേ? ചന്ദ്രമതി എന്ന് പറയുന്നത് ഭക്ഷണ കാര്യത്തിലൊക്കെ ഭയങ്കര കാണിഷക്കാര് കേട്ടോ ഗായ്സ്. നമുക്ക് അങ്ങനെ ഒന്നുമില്ല അമ്മേ, നമ്മൾ എന്തായാലും തിന്നും. സമൂസക്ക് എണ്ണ കൂടിയെന്ന പേരിൽ അപ്പൊ നമ്മൾ ചായയെല്ലാം കുടിച്ച് ഇനി നേരെ ട്രെയിൻ കയറാൻ വേണ്ടി പോവാണ്. അവിടെ നിന്ന് കാണാം. അമ്മമ്മ നോക്കി എന്തൊക്കെ പറയാണ്ടേ, നോക്കിക്കോ അങ്ങനെ. ഓക്കെ, നമ്മളങ്ങനെ സ്റ്റേഷനിലെത്തി. ഇതാണ് നമ്മളെ കാഞ്ഞങ്ങാട് സൗത്തിലെ സ്റ്റേഷൻ. അല്ല മോനെ, അങ്ങനെയൊന്നും പറയല്ലേ. ഈ ഫോൺ പറ്റും പോയിട്ടുണ്ടെങ്കിൽ അഭി എന്നെ ഡിവേഴ്സ് ചെയ്യും. അപ്പം നമ്മളെല്ലാവരും എന്നെ ട്രെയിൻ കയറ്റാൻ വന്നാ അല്ലേ? ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ചെടിയായിട്ട് നിൽക്കരുത്, ഫോട്ടോ എടുക്കല്ല. എന്തെങ്കിലുമൊക്കെ പറയാ, ചില്ലായിരിക്കും ഡാഡി. കരയേ വലിയ മോളെ പോകല്ലേ. എനിക്ക് കറി പോയി തരാൻ അഭിനയിക്കാന്ന് മനസ്സിലാവേ. അപ്പോ അടുത്ത പ്രാവശ്യത്തെ വരവില് കാണാല്ലേ? ഓക്കെ, ബൈ. വരൂലേ? അങ്ങോട്ടേക്ക് വരൂലേ ഞാൻ പോകുന്നതിന് മുമ്പേ? അപ്പൊ കാണാം. അടിയാവല്ലേ. അപ്പൊ ഞാൻ പോയിട്ട് വരാം. ബൈ അച്ഛാ. ബൈ.